ചെങ്കൊടികളിലോ പണിമുടക്കുകളിലോ പ്രക്ഷോഭങ്ങളിലോ ഒന്നുമല്ല, മുതലാളിത്തത്തിലും അതോടൊപ്പം തന്നെ സംരംഭകത്വത്തിലുമാണ് ജനങ്ങളുടെ വളർച്ചയുടെ പാത എന്ന് കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കി എന്നാണ് വിവാദമായ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പക്ഷേ ചർച്ചയാവുന്നില്ല. എന്നാൽ അധികാരത്തിൽ വരുമ്പം, അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു മനസ്സിലാക്കൽ അവരുടെ കൈമോശം വന്നു പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബംഗാളുകളിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത് കേരളത്തിലെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാർക്കും തിരിച്ചറിഞ്ഞു എന്നാണ് ശശി തരൂർ പറയുന്നത്. സത്യമല്ലേ അത്? അല്ല, തരൂരിനെ നമ്മൾ മറ്റ് രാഷ്ട്രീയക്കാരെ വായിക്കുന്നത് പോലെ വായിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അതിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. എതിരാളി എന്ത് ചെയ്താലും അത് ചീത്തയും, നമ്മൾ എന്ത് ചെയ്താൽ അത് നല്ലതും എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ ഒതുങ്ങുന്ന ഒരാളല്ല ശശി തരൂർ. ഒന്ന്, അദ്ദേഹം ഇന്ത്യയിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഒരു എഴുത്തുകാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള അത്യാഹിതങ്ങളെ അവയെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുൻകൂട്ടി മനസ്സിലാക്കി സമൂഹത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നവരാണ് എഴുത്തുകാർ. കവികളൊക്കെയാണ് അതിനകത്ത് വളരെ മുന്നിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം കവിയല്ല, നോവലിസ്റ്റാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് ലേഖനം എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സമൂഹവും ഈ സമൂഹത്തിലെ മനുഷ്യരും ആ സമൂഹത്തിലെ മനുഷ്യരുടെ ജീവിതവുമൊക്കെയാണ്. ഇതിനിടയിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്ന കൂടുതൽ സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അദ്ദേഹം കരുതുന്നതിൻ്റെ പേരിലാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചെന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി ഇരുകൈകൾ നീട്ടി സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂരിൻ്റേത്. അതിന് കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സമൂഹത്തിലുള്ള സ്വീകാര്യത തന്നെയാണ്. അപ്പോൾ അത് എഴുത്തുകാരനെന്ന നിലക്കാണ് അദ്ദേഹം നേടിയത്. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയ നാളുകളും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ടേ കോൺഗ്രസ്സുകാരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോ ശശി തരൂരിനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. സംസാരിക്കാൻ യോഗ്യരായവർ സംസാരിക്കട്ടെ, ഇല്ലാത്തവർ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചതും പറഞ്ഞതുമായൊരു കാര്യം, ഞാൻ എഴുതിയ ലേഖനം വായിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലേഖനം വായിക്കാതെ ശശി തരൂർ കോൺഗ്രസിനെതിരെ നിലപാടെടുത്തു എന്ന് പറയുന്നതിലൊരർത്ഥമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ശശി തരൂരിൻ്റെ വാക്കുകളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മളെ രാഷ്ട്രീയം ആളുകളെയൊക്കെ പഠിപ്പിച്ച ഒന്നിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ. കാരണം വെറുപ്പ്, മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പഠിപ്പിച്ചതാണ്. അതെ, എതിരാളി, ഒരു രാഷ്ട്രീയ എതിരാളി പറഞ്ഞ ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യത്തെ പോലും അംഗീകരിക്കാൻ പാടില്ല എന്ന മണ്ടൻ ബോധമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതും അതുതന്നെയാണ്. അവരങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തരൂർ പറഞ്ഞ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? സ്റ്റാർട്ടപ്പ്. ഒന്ന് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് കേരളത്തിൻ്റേത്. അത് അന്താരാഷ്ട്ര രേഖകൾ വെച്ചിട്ടാണ് അദ്ദേഹം പരിശോധിക്കുകയും പറയുകയും ചെയ്തത്. അതെ. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടങ്ങിയൊരു കാര്യം, എന്താണ് CPM-നും ഇടതുപക്ഷത്തിനും സംഭവിക്കുന്ന രാഷ്ട്രീയ പരിണാമം? അത് എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം ഒരു ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞെടുക്കുന്ന കാര്യമാണ്. വികസനത്തിനെ തള്ളുകയോ അതേപോലെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതായിട്ടുള്ള തൊഴിൽ സാധ്യതയോ തള്ളുകയൊക്കെ ചെയ്താൽ അങ്ങനെ തള്ളുന്നതായിട്ടുള്ള എക്കണോമി, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മുരടിച്ചു പോകും. അങ്ങനെ മുരടിച്ചു പോയി കഴിഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥയിൽ ജീവിക്കാൻ ജനങ്ങൾ ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ജനങ്ങൾ ആ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ കലാപം ഉണ്ടാക്കും. അതാണ് ബംഗാളിൽ സംഭവിച്ചത്. ബംഗാളിൽ വ്യവസായങ്ങൾ വന്നിട്ട് എത്രയോ കാലമായി. വ്യവസായം വരാതിരിക്കുന്ന ആ ബംഗാളിൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് വളർന്നു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സർക്കാരിനെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. കേരളത്തിലുണ്ടായതുപോലെയുള്ളൊരു മാറ്റം ബംഗാളിൽ ഉണ്ടാക്കാൻ
നിരന്തരം ഭരിച്ച CPM-ന് ബംഗാളിൽ കഴിഞ്ഞിട്ടില്ല. ബംഗാളും അതേപോലെ നമ്മൾ കേരളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബംഗാളികളൊക്കെ ഇങ്ങോട്ട് വരിക, ആ ബംഗാളികൾക്ക് അവിടെ ജീവിക്കാനായിട്ട് പണമില്ലാത്തതിൻ്റെ ഫലമായിട്ട് അവർ കേരളത്തിലേക്ക് വരുന്നു. കേരളം അവർക്ക് ഗൾഫ് പോലെയായി മാറിത്തീരുന്നു. ഇപ്പോൾ കേരളത്തിന് അങ്ങനെ വലിയ മാറ്റമുണ്ട് ശരിക്കും. ദിവസക്കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്ര നല്ല ദിവസക്കൂലി ലഭിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദിവസക്കൂലി ലഭ്യമായിട്ടുള്ള സംസ്ഥാനം. ഒരാൾക്ക് ഒരു 1000 രൂപ കൂലി കിട്ടുന്നു എന്നുള്ളത് സാമാന്യമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം. അതിനേക്കാൾ കൂടുതലും കിട്ടുന്ന ആളുകൾ ഇത് കണ്ടിട്ടാണ് അവർ കേരളത്തിലേക്ക്. അപ്പോൾ കേരളത്തിൻ്റെ ജീവിത സൂചിക എന്ന് പറയുന്നത് വളരെ ഉയർന്ന. അത് കേരളത്തിൽ CPM ഭരിച്ചുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമല്ല. CPM ഒരു വട്ടം ഭരിക്കാൻ നൽകി, അടുത്തത് പിന്നീട് UDF വരുന്നു. ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഭരണത്തിന് പുറത്തു നിൽക്കുന്നവരും ഭരണത്തിനകത്ത് നിൽക്കുന്നവരും അവരുടെ പൊസിഷൻസിനെ മാറ്റേണ്ടത് ആവശ്യമാണ്. അല്ല, അതിന് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ദിവസക്കൂലി കേരളത്തിലാണെന്ന് നമുക്കറിയാം. അതിന് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചൊരു പങ്ക് വലുത് തന്നെയല്ലേ? അത് ആ പങ്ക് വലുതാണ്. ആ പങ്കിനെ സഹായിക്കുന്ന തരത്തിൽ, കോംപ്ലി ചെയ്യുന്ന തരത്തിലാണ് പിന്നീട് UDF-നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. BJP പോലും കേരളത്തിലെ BJP വ്യത്യസ്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ BJP വ്യത്യാസമുണ്ട്, കോൺഗ്രസ്സിന് വ്യത്യാസമുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തെ ആർക്കും പലപ്പോഴും ന്യായീകരിക്കാൻ പറ്റില്ല. ഗുണ്ടായുസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രക്രിയ, SFI നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രക്രിയ, ഇതിനൊന്നും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ തന്നെ അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർക്കാൻ പറ്റണം എന്നുവെച്ചാൽ CPM-ൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ CPM ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കാനുള്ള കഴിവുണ്ടാകുകയും അവർ വിമർശിക്കുകയും വിമർശനത്തിന് ശേഷം അവർക്ക് പാർട്ടിക്ക് അകത്ത് നിൽക്കാൻ കഴിയുന്ന സ്പേസ് ഉണ്ടാകും. ഇത് പക്ഷേ കേരളത്തിൽ ആരും അനുവദിക്കുന്നില്ല. വിമർശിച്ച ഉടനെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ശശി തരൂരിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. അദ്ദേഹം വിമർശിക്കുകയല്ല ചെയ്ത്, പകരം എന്താണെന്ന് വെച്ചാൽ എതിരാളികളായിട്ടുള്ള പാർട്ടിയുടെ 2 ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. ഒന്ന് കേരളത്തിൽ CPM-നെക്കുറിച്ചും മറ്റൊന്ന് കേന്ദ്രത്തിൽ മോദിയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും സംഭാഷണം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ കോൺഗ്രസ് വിരുദ്ധരായി തീരില്ല എന്ന് കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ പറ്റേണ്ടത് ഒരാവശ്യമാണ്. കാരണം നമ്മുടെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തരൂർ എഴുതിയ ഇതിലിപ്പോൾ തരൂർ പറയുന്നത് ഈ ഒരു മനോഭാവം 2026 അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവർക്ക് കൈമോശം വരുമോ എന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ തരൂർ യഥാർത്ഥത്തിൽ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണോ എന്ന് ചിലപ്പം വ്യാഖ്യാനിക്കപ്പെടാം. അല്ല, അത് വ്യാഖ്യാനിക്കുന്നത് നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് ഈ കാണുന്ന ആളുടെ മനസ്സിൻ്റെ നില എന്താണോ അതിനനുസരിച്ചായിരിക്കും അയാളെ പലപ്പോഴും എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഇപ്പോൾ കളിയാക്കാൻ നമ്മൾ പറയാറുണ്ടല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ചൊരുത്തൻ നോക്കുമ്പോൾ അവനൊക്കെ മഞ്ഞച്ചിരിക്കും എന്ന് പറയും. ഇത് ഒരു കാണിയുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ തരൂർ പറയുമ്പോൾ തരൂരിനെ എങ്ങനെയാണ് വായിക്കുന്നത്? അത് ശരിയായിട്ടുള്ള രീതിയിലാണ് വായിക്കുന്നതെങ്കിൽ ശരിയായ രീതിയിലുള്ള അതിൻ്റെ രാഷ്ട്രീയത്തെ വായിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ശക്തമായിട്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നതിൻ്റെയും കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറിത്തരുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ ഇടതുപക്ഷമാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല, വലതുപക്ഷമാണെന്ന് തോന്നും. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് വലതുപക്ഷത്തിൻ്റെ അതിൻ്റെ മാക്സിമം പൊസിഷനിലെത്തും. ആ സമയത്ത് കോൺഗ്രസും BJP ഒക്കെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമായിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഇടതുപക്ഷം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസോ BJP ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഇടതുപക്ഷം പഴയ അവസ്ഥയിലേക്ക് പോകും. ഇതല്ല ചെയ്യേണ്ടത്. ഇതിനിടയ്ക്കുള്ള ഒരു പൊസിഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ പൊസിഷനിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാറിയാൽ മാത്രമാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പരസ്പരം ചളിവാരി ഏരിയയിലാണ് രാഷ്ട്രീയം എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ തരൂർ ഇവിടെ ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റകൃത്യം തന്നെയല്ലേ? അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടികൾ അടക്കം വേണമെന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു പ്രവർത്തക സമിതി അംഗമാണ്, ഒരു ഉന്നത നേതാവാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഭരണവിരുദ്ധ വികാരം കൊടികുത്തി വാഴുന്നൊരു സമയത്ത് ഈ പിണറായി വിജയൻ സർക്കാരിന് ഒരു തരത്തിൽ ഒരു മേൽക്കൈ നൽകുന്ന പരാമർശങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തരൂർ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? അതിലൊരു അവിവേകമില്ലായ്മ തന്നെയല്ലേ? അല്ല, രാഷ്ട്രീയത്തെ നമുക്കെപ്പോഴും
ഒരു പ്രത്യേക മോൾഡിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ പറയുന്നതായിട്ടുള്ള അഭിപ്രായത്തെ സ്വീകരിക്കാൻ കേരളം തയ്യാറാവേണ്ടത് ആവശ്യമാണ്. ശശി തരൂർ പറയുന്ന അഭിപ്രായത്തെ സ്വീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിക്കകത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾ സ്വാംശീകരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി ഹലോലിയെ പാടുകയാണ് പിണറായി വിജയൻ. അയാളുടെ മെഗാ തിരുവാതിരയും അതേപോലെ തന്നെ വാഴ്ത്തുപാട്ടും ഒക്കെ നമ്മൾ വല്ലാതെ വിമർശിച്ചാലേ, അപ്പോൾ അത് വിമർശിക്കാനായിട്ട് പാർട്ടിക്കകത്ത് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ് ആ പാർട്ടിക്ക് അതിജീവന സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും സർവൈവൽ, ഒരു പാർട്ടിയുടെ സർവൈവലിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ കാണിച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശശി തരൂർ കൃത്യമായിട്ട് കോൺഗ്രസ്സിലെ അതൃപ്തനാണ് പല രീതിയിൽ. അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ ഒരു മുറി പോലും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വേണ്ട രീതിയിൽ പരിഗണന നൽകുന്നില്ല എന്ന അഭിപ്രായം പ്രകടനം വരുന്നുണ്ട്. ഇപ്പോൾ AICC അടക്കം അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ മുരളീധരൻ രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ പല പ്രമുഖ നേതാക്കളും അദ്ദേഹം കാണിച്ചത് വളരെ തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ഒരു ലേഖനത്തിൻ്റെ പുറത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ രാഷ്ട്രീയ പാർട്ടി മാറുന്ന ഒരാളായിട്ട് നമ്മളൊരിക്കലും തരൂരിനെ വിലയിരുത്താൻ പാടില്ല. അയാൾ രാഷ്ട്രീയ പാർട്ടി മാറില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയാളുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സമയത്ത് അങ്ങനെ മാറേണ്ട കാര്യമില്ലാത്തതായിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതണം. കോൺഗ്രസിൽ നിന്നല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ സാധ്യതകളുണ്ടാവില്ല. അല്ല, കോൺഗ്രസ് അല്ല മികച്ചത്, LDFും BJPയും ആണ് എന്നാണ് ഈ പരാമർശത്തിലൂടെ അദ്ദേഹം നൽകുന്നൊരു മെസ്സേജ്. അല്ല, അങ്ങനത്തെ ഒരു മെസ്സേജും അങ്ങനത്തെ ഒരു വ്യാഖ്യാനവും ഒക്കെ അദ്ദേഹത്തെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.